ഞാൻ ഒരുപാട് പ്രതീക്ഷകളോടെ ഈ വീട്ടിലോട്ട് കയറി വന്നത്. ഞാൻ ഈ വീട്ടിലെ ആദ്യത്തെ മരുമോള. അപ്പൊ എനിക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട് ഇവിടെ. ഞാൻ ഇവിടുത്തെ രണ്ടാമത്തെ മരുമോള. അതേ അവകാശം എനിക്കുണ്ട്. ഇവിടെ എന്തൊക്കെ പണിയെ കിട്ടുന്നതെന്ന് അറിയാമോ? അനുഭവിച്ച് മടുത്തു. ചേട്ടാ എന്നെ കോരി ചോദിച്ചാൽ തെറ്റി കിട്ടോ അവിടെ. എന്റെ നടു മുതു മാറി അറിയാമോ? ഹീറ്റർ ഓൺ ചെയ്ത് വെച്ച് എന്റെ കൈ മൊത്തം പൊള്ളിപ്പോയത് നിങ്ങളും കണ്ടതല്ലേ? എന്റെ ചോറിനകത്ത് ഉപ്പ് വാരിയിട്ട് ഉപ്പ്. ഞാനാണെങ്കിൽ ചായ കുടിച്ചപ്പോ അതിനകത്ത് വിം കോരിയിട്ടേക്കുന്നത്. ഞാൻ 2 ദിവസം കിടക്കുമായിരുന്നു, അറിയാമല്ലോ നിങ്ങൾ. രണ്ടാണ് ഞാൻ 3 ദിവസം കിടന്ന് എണ്ണത്തോണിക്കകത്ത്. ഒന്ന് എണിച്ചു വരാൻ പറ്റ പാട് എനിക്കേ അറിയത്തുള്ളൂ. ഇവിടെ വയ്യ. ഞാൻ എന്റെ 100% കൊടുത്ത ഈ വീട്ടിൽ ഞാൻ എന്റെ 150% ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇത് കുളിച്ച് എനിക്കൊന്നും ഇല്ല. എങ്കിൽ ഞാൻ 20 കൂടെ ഇട്ടു. 170 ഞാൻ കൊടുക്കുന്നില്ല. ചേട്ടാ ഞാൻ വെറും കൈയോടെ വന്ന് കയറിയുള്ളല്ലേ ഈ വീട്ടില്. ഞാൻ പൊന്മുട്ടിടം താറാവ. എങ്കിൽ ഞാൻ 2 പൊന്മുട്ടി. ഈ സമയം വരെ കിടന്നുറങ്ങാൻ എങ്ങനെ തോന്നണേ നിനക്ക്? മണ്ഡലകാലല്ലേ ഇത് മണ്ടു? അത് അലാറം അടിച്ചില്ല. അലാറം അടിച്ചാലേ നീ എണിക്കൂ. ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞത് എന്താ? മണ്ഡലകാലം തുടങ്ങുകയാണ്, ഞാൻ മാല ഇടുകയാണ്. നീ നേരം വെളുക്കുമ്പം മര്യാദക്ക് എണിച്ച് പഴയ പോലത്തെ കോലം പറ്റില്ല. നീ എണീച്ച് ഇവിടെ കുളിയും കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറണം. ഞാൻ രാവിലെ വരുമ്പോ എന്തെങ്കിലും ഒരു അരിഭക്ഷണം എനിക്ക് കഴിക്കാണ്ടാക്കണം എന്ന് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? എന്നിട്ട് ഇപ്പൊ എന്താ നീ ചെയ്തേ? ഏട്ടാ നമുക്കേ ഒരു 7 ദിവസത്തെ വ്രതം എടുത്താ പോരെ? 7 ദിവസത്തെ വ്രതം? അത് ഏത് മല കയറാനുള്ളതാ എനിക്ക് മനസ്സിലായില്ല. ആ ഇന്ദിരേച്ചിയുടെ ഭർത്താവൊക്കെ 3 ദിവസത്തെ വ്രതം എടുത്തിട്ടാണല്ലോ പോയത്. അത് മലയ്ക്ക് പോവല്ല, ടൂറ് പോവാ. അങ്ങനെ ഓർക്കാൻ എന്തോ ആവാം, എനിക്കത് പറ്റില്ല. എടി 41 ദിവസം വ്രതം അനുഷ്ഠിച്ച് ചെരുപ്പും കൂടി ഇടാണ്ട് ഈ തണുപ്പത്ത് പോയി കുളിയും കഴിഞ്ഞിട്ട് ആ കരിമലയും നീലിമലയും കയറിയിട്ട് ആ പടികൾ കയറി അയ്യപ്പന്റെ അങ്ങോട്ട് എടുത്തപ്പോ ഭഗവാനെ, അങ്ങനെ പോയാലേ. നിങ്ങളുടെ മോനില്ലേ നമ്മുടെ കൊടംപുള്ളി രമേശ്, അവന് ഞാനൊരു പെണ്ണിന്റെ ആലോചനയായിട്ടാ വന്നേക്കുന്നത്. അടിപൊളി കിളി പോലത്തെ ഒരു പെണ്ണിനെയാണ്. എങ്ങനത്തെ പെണ്ണ്? കിളി പോലത്തെ ഒരു പെണ്ണ്. എടാ കിളി പോലത്തെ പെണ്ണ് വേണ്ടടാ. എന്താ? പാവ എന്റെ രമേശൻ രാത്രി മൂത്രമൊഴിക്കാൻ വേണ്ടി വാതിൽ ഉറക്കുമ്പം കിളിയാണം പറന്നു പോയാ രമേശൻ പിറ്റുന്ന ഇവിടെ കിളിയില്ലാതെ പറന്നു നടക്കണം ഞാൻ കാണേണ്ടി വരും. അതുകൊണ്ട് കിളി പോലത്തെ പെണ്ണ് വേണ്ട. കേട്ടതേ, നമ്മളേതായാലും പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവര് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, ഈ ചെറുക്കൻ എന്തുണ്ട് ആസ്തി? എന്തൊരു സുധാകര, നീ ഇത് എന്തൊരു സംസാരിക്കണം നീ? അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഓരോ രക്ഷകർത്താക്കളുണ്ട്. മക്കളെ ഇങ്ങനെ പെറ്റുകൂട്ടിയിട്ടിട്ട് ഒരു സമ്പാദ്യം ഉണ്ടാക്കി കൊടുക്കൂല. അത് കണക്കല്ല എന്റെ രമേശന്റെ അച്ഛൻ അങ്ങേരുണ്ടല്ലേ, മരിക്കുന്ന സമയത്ത് 5 ലക്ഷം രൂപ ബാങ്കില് ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നല്ലേ, കടം ഉണ്ടാക്കിയിട്ടാണ് ചത്തത്. അങ്ങനെയെങ്കിലും അവരൊരു ഉത്തരവാദിത്വം ഉണ്ടാവണമല്ലോ. പിന്നെ വേറൊരു കാര്യം, നീ കൊണ്ടുവരുന്ന കിളിയുടെ കയ്യിൽ കിടക്കുന്ന വള, കമ്മല്, കൊലുസ് ഇതൊക്കെ വിറ്റിട്ട് വേണം എന്റെ മോന്റെ കടം തീർക്കായി. നിന്റെ ആങ്ങളെ ഇന്ന് വരുന്നുണ്ടല്ലോ, അവൻ ഒറ്റയൊരുത്തം കാരണമാണ് ഞാൻ ഇന്ന് ഈ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. എനിക്ക് അവനെ കാണുന്ന ഇഷ്ടമില്ല. അവൻ ഒറ്റയൊരുത്തം കാരണമാണ് നിന്നെ ഇവിടെ കെട്ടിയെടുത്തോണ്ട് വരാനുള്ള കാരണം. അതെങ്ങനാ? ഞാൻ അവന് ഒരു ദിവസം കള്ളു കുടിച്ചു. ആ കള്ളു കുടിച്ച് ഞാൻ ബോധം കെട്ടി കിടന്നപ്പോ അവൻ എന്നോട് ചോദിച്ചു, എന്റെ പെങ്ങളെ നിനക്ക് കെട്ടാവോടാ എന്ന് ചോദിച്ചു. ആ ബോധ സമയത്ത് ഞാൻ അവനോട് പറഞ്ഞു ഞാൻ കെട്ടിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെയാണ് നിന്നെ ഞാൻ ഇവിടെ കെട്ടിയെടുത്തോണ്ട് വന്നത് എന്റെ പൊന്നേരി. എന്നിട്ട് ഇത്രയും ബോധമുള്ള ഞാൻ അന്നങ്ങ് നിന്ന് തരികയും ചെയ്തു. എന്നെ വേണം തല്ലാനെ. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഞാൻ വലതുകാലം വെച്ച് അടുക്കളയിൽ കയറിയപ്പം അമ്മായിയമ്മ അരി വടിച്ചോണ്ടിരിക്കുകയാണ്. എന്നെ കണ്ടുടനെ, അയ്യോ മോൾ ഇത്ര നേരത്തെ എണീറ്റാ, മക്കളീ കഞ്ഞിക്കല്ലോ ഒന്ന് പിടി, അമ്മ ടാങ്ക് നിറഞ്ഞാ നോക്കട്ടെന്ന് പറഞ്ഞോണ്ട് പോയതാണ്. എന്റെ ഇളയ ചെറുക്കൻ ഇപ്പൊ 4 വയസ്സായി. ഞാൻ ഇപ്പോഴും ആ കഞ്ഞിക്കലം പിടിച്ചോണ്ടിരിക്കുകയാണ്. അടുത്ത ചോദ്യം, എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ? എന്താണ്? കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി മുതൽ ഞാനും എന്റെ ഭർത്താവ് മുഖത്തോട് മുഖം നോക്കിയ കീരിയും പാമ്പുവാ. അല്ല സരസ്വതി, ആ പറഞ്ഞതിൽ എന്തോ ഒരു കല്ലുകടി ഉണ്ട്. സാറ് റേഷനറിയാണോ വാങ്ങിച്ച് തിന്നുന്നത്? അല്ല അതിനകത്തുള്ള ഇത്രയുള്ള റേഷനറിയാ കല്ല്. അല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഭർത്താവ് നിങ്ങളുമായിട്ട് മുഖത്തോട് മുഖം നോക്കി ആദ്യ രാത്രി മുതൽ കീരിയും പാമ്പുമാണ്. 4 പിള്ളേരും ഉണ്ട്. കണ്ടിന്യൂ. ഇപ്രാവശ്യത്തെ കലാതിലകം ഞാൻ തന്നെയാ. എനിക്ക് എന്റെ ഭർത്താവിന്റെ പിന്തുണ ഉണ്ട്. അയ്യോ മുന്തിയ ഒരു ഭർത്താവ്. രമണീന്റെ ഫ്ലെക്സ് അടിക്കാൻ പറഞ്ഞപ്പോ ഓളെ പോയി കിസ് അടിച്ചോനല്ല എന്റെ ഭർത്താവ്. അതൊക്കെ എന്റെ ഭർത്താവ്. കലയുമായിട്ട് എന്ത് ബന്ധമുള്ള ആളാന്നറിയോ? കലാമണ്ഡലല്ലേ. കല കുളിക്കുന്ന ഒളിഞ്ഞു നോക്കിയന് ഓളെ ഭർത്താവ് കല എടുത്ത് തലമണ്ട അടിച്ച് പൊളിച്ചത് എങ്ങനെയാടി കലാമണ്ഡലാവുന്നേ? അത് ഞാൻ പിന്നെ തോട്ടുവരമ്പത്ത് ശോഭനെ, കാട്ടുവരമ്പ് തോമനെ. വേദി 5-ൽ നിന്നും വീണ്ടും വേദി 1-ലേക്ക് മോണോ ആക്ട് മാറ്റിയിരിക്കുന്നു. ഈ പെണ്ണുങ്ങളൊക്കെ ഒരു കാര്യം എന്നാല്. എടി ശീലൻ അതിനകത്ത് കാണുന്നില്ലല്ലോ. ശീലം ഇവിടെ സദാശിവന്റെ മാവിന്റെ ഉള്ളിരിക്കല്ലേ. ഇത്രയും സ്ഥലം ഇവിടെ ഉണ്ടായിട്ടോളൂ അതിന്റെ ഉള്ളിൽ പോയി കുത്തിരിക്കണോ? അയ്യോ അത് ഈ അറിഞ്ഞില്ല. സദാശിവനോട് കലോത്സവത്തിന് പിരിവിന് പോയതോള്. സദാശിവനാണെ നായനെ അഴിച്ചിട്ട് വീടും പൂട്ടി 1 മാസത്തെ തീർത്ഥാടനത്തിന് പോയി മാവിന്റെ ഉള്ളിൽ തന്നെ കുത്തിരിക്കാ. അയ്യ എന്തിനാ അറിയടി ഇന്നെങ്ങനെ പുച്ഛിക്കുന്നത്? എന്റെ നൃത്തങ്ങൾ ഈ കണ്ടില്ല. അയ്യ കാണുന്നില്ല. അതല്ല നാടോടി നൃത്തം. എനിക്ക് അച്ഛനില്ലേ, അമ്മയില്ലേ,
അപ്പൊ പിന്നെ ഈ എങ്ങനെ പാട്ടാത് ആ എന്റെ നാടോടി നൃത്തം കൊണ്ട് നാടിന് എന്തായാലും ഒരു ഗുണം ഉണ്ടായി. കാട്ടുവരുമ്പത്തെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായല്ലോ. അതെങ്ങനെ? അന്നെറിഞ്ഞ കട്ടയും കല്ലും കൊണ്ടാണല്ലോ നാട്ടുകാർ അത് ഉണ്ടാക്കിയത്. എന്നെ കളിയാക്കുന്ന സമയത്ത് എനക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് നാട്ടുകാരെ കാണിക്കണം, അല്ലാതെ ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല. കഴിവുണ്ടല്ലോ. ഫാൻസി ഡ്രസ് കഴിഞ്ഞ എന്റെ അടുത്തൊരു ഐറ്റം ഉണ്ട്, നോക്കിക്കോ മോളെ. അനു ചെയ്യാത്ത സാധനം.